ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എട്ടാമത്തെ നോമ്പാട്ടോ. അപ്പം നൂൽപുട്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കിട്ടോ. ഇന്ന് കുറച്ച് നൂൽപുട്ട് ഉണ്ടാക്കണം, എന്തായാലും ഉണ്ടാക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ നല്ല ആദ്യം ഇങ്ങനെ തന്നെ ആവും എല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല. അപ്പൊ ഞാൻ ചിക്കനൊക്കെ പൊരിച്ച് പിന്നെ ആ ഓയിലിൽ തന്നെ ഉള്ളിയൊക്കെ ഇട്ട് വാട്ടി പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് പിന്നെ ചോറ് തിളപ്പിച്ചാണ്ട് അതിന്റെ മേലക്കിട്ടാണ്ട് ദമ്മിടുക ചെയ്യല്. പക്ഷെ ഇന്ന് ഞാൻ ആദ്യത്തെ പണ്ട് ബിരിയാണി ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കട്ടെ, പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ ബിരിയാണിക്ക് ചിക്കനും എല്ലാ മസാലകളും അതിൽക്കിട്ടിട്ട് ബിരിയാണിക്ക് ഇടുന്ന എല്ലാ മസാലകളും ഇട്ടുകൊണ്ട് വെച്ചിരുന്നു കേട്ടോ. കുറച്ച് സമയമായി വെച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ദമ്മിടാൻ ഓയിൽ ചൂടായിക്കണം കേട്ടോ. അതിലേക്ക് നമുക്ക് ഉള്ളി ഏകദേശം ഗോൾഡൻ കളറാവണം കേട്ടോ. ഗോൾഡൻ കളർ ആവുമ്പോ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കണം. ഈ ഓല എന്താന്ന് നിങ്ങൾക്കറിയാം? ഞങ്ങളുടെ നാട്ടിലൊക്കെ ചോറ്റോല എന്നൊക്കെ പറയാം. ഇത് ബിരിയാണിക്ക് നെയ്ച്ചോർക്ക് ഇട്ടാല് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ചോറിന്. അപ്പൊ ഉള്ളി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടോ, നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി നല്ലോണം വേർത്തിനൊക്കെ വരണം കേട്ടോ. ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് തന്നെ തിളപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഏതായാലും ആ പാത്രം വേണം, നമ്മളെ നൂൽപുട്ട് ഉണ്ടാക്കാണ്ട്. അപ്പം കുഞ്ഞിന് ചോറ് പറ്റൂല കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ. അതിന് കടിയൊന്നും തന്നെ വേണം. അപ്പൊ അതിന് കുറച്ച് നൂൽപുട്ട് ഉണ്ടാക്കണം. വെള്ളം നല്ല പോലെ തിളച്ചിക്കണം. ഇനി നമുക്ക് കരി ഇട്ട് കൊടുക്കാം. അരി വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അരി കട്ടയാവും, അരി ഒരു കട്ട പിടിച്ച് നിൽക്കും. അങ്ങനെ ആവാതെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചോറ് വെന്തിട്ടോ, ഹാഫ് വേവാട്ടോ. ഹാഫ് പറഞ്ഞാൽ ഒരു മുക്കാല് വേവ്. അത് നമുക്കിങ്ങനെ വെള്ളം വാർത്തിട്ട് നമുക്ക് ഇതിടാട്ടോ. ഫുള്ള് വാർക്കൂല. ഫസ്റ്റ് ഇടുന്നൊരു ചോറിൽ കുറച്ച് വെള്ളം വെക്കൂട്ടോ, അതിന്റെ അടി വേവാൻ വേണ്ടിയിട്ട്, അടി കരിയാതെക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് വെള്ളം വാർക്കാതെ ഇടും. പിന്നെ ഉള്ളതൊക്കെ വെള്ളം നല്ലോണം വാർത്തിട്ടാണ് ഇടുക. ഓരോ ലെയർ ലെയർ ആയിട്ടാണ് ചോറ് ദമ്മിടുക കേട്ടോ. എല്ലാവർക്കും അറിയണതന്നെയാണ്, എന്നാലും കാണിച്ചു തരാം. ഇവിടെ മേലക്ക് കുറച്ചും കൂടി ചോറ് ഇടട്ടെ. അല്ലെങ്കിൽ ആ ഉള്ളിയിലാവും നമ്മൾ ഗരം മസാല ഇടുമല്ലോ, അത് അതിൻ്റെ ആ ഉള്ളിമേലൊക്കെ പിടിച്ചിട്ട് ഒരു മാതിരി ഫ്രൈ ആവും കേട്ടോ. അപ്പൊ ഞാൻ ഉള്ളിമേ ഗരം മസാല കട്ടാക്കാൻ വേണ്ടിയാണ്ട് അതിന്റെ മേലെ കുറച്ച് ചോറ് ഇട്ടിട്ടാണ് പിന്നെ ഗരം മസാല ഇട്ടോ. അപ്പൊ ചോറൊക്കെ ഊറ്റി. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു മൂടി കൊണ്ട് മൂടി വെക്കുക. അതിന്റെ മേലക്കിട ഇതേപോലത്തെ ഒരു സാധനം വെയിറ്റ് വെച്ചെടുത്താൽ ഇതിന് ടൈം എന്ന് പറയാൻ എനിക്കങ്ങനെ ടൈമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ബിരിയാണി വെക്കുമ്പോൾ എനിക്കെന്ത് തോന്നിച്ചാൽ ഇതിന് പല സമയമാണ്. ഓരോ പാത്രത്തിനനുസരിച്ച് ഗ്യാസിന്റെ തീയിന്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെയാണ് ദമ്മിന്റെ ആവി വരുന്നതിന്റെ സമയം കേട്ടോ. അപ്പൊ ആവി എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് ഞാൻ ഇത് ഇറക്കി വെക്കുക കേട്ടോ. അപ്പൊ ബിരിയാണി ദമ്മിട്ടത് ആവിയൊക്കെ വന്ന് ഞാൻ ഓഫാക്കി വെച്ചിരുന്നുണ്ടോ. കുറച്ച് സമയമായി ഓഫാക്കി വെച്ചിട്ട് അത് ചോറും മസാലയും കൂടി വേർതിരിച്ച് വെക്കാം കേട്ടോ.
അടി കരിയൊന്നും അടി നല്ല കരിയാതെ കത്തുള്ള പാത്രമാകും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വേറെ പുതിയ വീഡിയോ ആയിട്ടാണ്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പൊ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അപ്പൊ ഓക്കെ ബൈ.